ന്യൂസ് 18 പുറത്തുവിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഫസ്റ്റ് ഓൺ ന്യൂസ് 18 KC വേണുഗോപാലിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ AICC നീക്കം. AICC നടത്തിയ സർവേയിൽ KC മത്സരിക്കുന്നത് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കം എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, കനകലു ഓരോ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചുള്ള സർവേ നടത്തി വിശദമായ റിപ്പോർട്ട് AICCക്ക് നൽകിയ പശ്ചാത്തലമുണ്ട്. ഇതനുസരിച്ചാണ് സംസ്ഥാനത്തെ മിക്ക മണ്ഡലങ്ങളിലും UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നത് എന്നുള്ളതാണ്. തട്ടകമായ ആലപ്പുഴ മണ്ഡലമാണ് KC വേണുഗോപാലിന്റെ പരിഗണനയിലുള്ളത്. ആലപ്പുഴയിൽ മത്സരിക്കാൻ KCക്കും വിയോജിപ്പില്ല എന്നാണ് സൂചനകൾ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ്, MP ആണ്. MP മാർ മത്സരിക്കുന്ന കാര്യത്തിലൊക്കെ പ്രത്യേക മാനദണ്ഡങ്ങൾ വേണ്ടിവരും. അതുമാത്രമല്ല, നിരവധി MP മാർ മത്സരിക്കാൻ സന്നദ്ധരായി തയ്യാറെടുത്ത് ആവശ്യങ്ങൾ ഹൈക്കമാൻഡിനോട് ഉന്നയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെ KCയെ മാത്രം മത്സരിപ്പിച്ചാൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും കണക്കിലെടുക്കേണ്ടി വരും. അതുകൊണ്ട് KC മത്സരിക്കുന്നു, BC മത്സരിക്കാൻ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുന്നു. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അത്തരമൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോകുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, KC വേണുഗോപാൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ നീക്കമാണ്. പല ക്ലെയിമുകളും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്നേക്കാം, സംശയമില്ല. KC മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ടൊരു ധാരണയിലേക്ക്, തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ടോ ഇതിനകം? നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള സൂചനകളാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. AICC അത്തരത്തിൽ ഒരു വിലയിരുത്തൽ AICCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. KC വേണുഗോപാൽ, AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെ മത്സരിപ്പിക്കാൻ, അതായത് നിയമസഭാ പോരാട്ടത്തിന്റെ തട്ടിലേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള ആലോചന അത് ഒരു അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാലിനെ മത്സരിപ്പിക്കുക, അദ്ദേഹം ദീർഘകാലമായി സ്വന്തം മണ്ഡലമായിരുന്ന ആലപ്പുഴയിൽ തന്നെയായിരിക്കും. ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാനായി KCയെ പരിഗണിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. AICC നടത്തിയ സർവേയിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നത് സംസ്ഥാനത്തൊട്ടുക്കെ കോൺഗ്രസിന് ഗുണം ചെയ്യും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഉണ്ട്. ആ ഒരു വിലയിരുത്തലിന്റെ കൂടി, ആ സർവേയുടെ ഒരു വിലയിരുത്തലിന്റെ കൂടി തന്നെയാണ് AICC ഇത്തരമൊരു ആലോചനയിലേക്ക് കടന്നിരിക്കുന്നത്. ആലപ്പുഴ മണ്ഡലത്തിലായിരിക്കും അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാൽ മത്സരിക്കുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് സംഘടനയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ളത് ഹൈക്കമാൻഡാണ്. പക്ഷേ നമുക്ക് ഏറ്റവും ഒടുവിലായി ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം KC വേണുഗോപാൽ മത്സരത്തിന്, നിയമസഭാ പോരാട്ടത്തിലേക്ക് KC വേണുഗോപാൽ എന്ന പേരും കൂടി ഉണ്ടാകും എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. അത് ഏറെക്കുറെ ഹൈക്കമാൻഡ് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നു. ഒരുപക്ഷെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ MP മാരടക്കമുള്ള ആളുകൾ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് വരുമ്പോൾ പോലും ചിലർക്ക് ഇളവ് നൽകിയേക്കാം എന്നുള്ള സൂചന ആദ്യഘട്ടത്തിൽ നിന്ന് തന്നെ കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് തർക്കങ്ങൾ പരിഹരിച്ച് KC വേണുഗോപാലിനെ അതിന്റെ ഒരു നേതൃസ്ഥാനത്തേക്ക് ഇറക്കുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക്, അത്തരം കൂടിയാലോചനകളിലേക്ക് ഹൈക്കമാൻഡ് മാറുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതായത് ആലപ്പുഴ, ശരണ്യ, KC വേണുഗോപാലിന് അപരിചിതമായ മണ്ഡലമല്ല. ആലപ്പുഴയിൽ നിന്ന് മത്സരം ജയിച്ച് മന്ത്രിസഭയിലൊക്കെ ഉണ്ടായിരുന്ന, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് KC വേണുഗോപാൽ. നമുക്കറിയാം, ആലപ്പുഴയിൽ നിന്നുള്ള MP കൂടിയാണ് KC വേണുഗോപാൽ. ആലപ്പുഴയിൽ KC മത്സരിക്കുന്നത് കൊണ്ട് ആലപ്പുഴയിലെ ഇപ്പോൾ നമുക്കറിയാം, ആലപ്പുഴയിൽ കോൺഗ്രസിന് അത്ര വേരോട്ടം കുറച്ച് നാളായി ഇല്ലാത്ത ഒരു മണ്ണ് കൂടിയാണ്. KC ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു മറ്റ് ഗുണങ്ങൾ മറ്റു മണ്ഡലങ്ങളിലും, സമീപത്തുള്ള ചേർത്തലയും അരൂരും പോലെയുള്ള മണ്ഡലങ്ങൾ ഒക്കെ ലഭിച്ചേക്കാമെന്നുള്ള വിലയിരുത്തൽ കൂടി ഉണ്ടാകാം. KC എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനാണ്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, കോൺഗ്രസ് നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ട നേതാവാണ്. അങ്ങേരാൾ മത്സരിക്കുമ്പോൾ ആലപ്പുഴയിലെ മറ്റു മണ്ഡലങ്ങളിലും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകാം എന്നുള്ള വിലയിരുത്തൽ കൂടി ഒരുപക്ഷെ സർവേയിൽ ഉണ്ടാവാം. തീർച്ചയായിട്ടും അപ്രതീക്ഷിത നീക്കങ്ങളാണ് ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തു വരുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളുടെ പല പ്രഖ്യാപനങ്ങളും നമുക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് G സുധാകരൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ അനുനയ ശ്രമങ്ങൾക്കൊന്നും വഴങ്ങാത്തൊരവസ്ഥ കൂടിയുണ്ട്. അത്തരം സാഹചര്യങ്ങളെ കൂടി ഗുണകരമായ രീതിയിൽ മാറ്റുന്നതിന് ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരാളാണ് KC വേണുഗോപാൽ എന്നുള്ളതാണ്. അത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ഏറ്റവും
വളരെയധികം ചർച്ച ചെയ്യാൻ പോകുന്നതാണ്. മറ്റൊന്ന്, ആലപ്പുഴ മണ്ഡലത്തിലേക്ക് KC വേണുഗോപാൽ വരുമ്പോൾ അതിന്റെ ഗുണങ്ങൾ തൊട്ടടുത്ത ഇടങ്ങളിലേക്കും ആലപ്പുഴ ജില്ലയിലൊട്ടുക്കും ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലുണ്ട്. കാരണം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1996 മുതൽ കണ്ണൂർക്കാരനായ പയ്യന്നൂർക്കാരനായ KC വേണുഗോപാൽ ആലപ്പുഴയുടെ തട്ടകമായി 1996 മുതൽ ആലപ്പുഴയിൽ വന്ന ഒരാളാണ്. അതിനുശേഷം അദ്ദേഹം 3 ടേം ആലപ്പുഴയിൽ നിന്നും MLA ആയിട്ടുണ്ട്, പിന്നീട് മന്ത്രിയായിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. ഒരു കാലയളവിലേക്ക് വന്നപ്പോൾ സംഘടനാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ ഏറ്റവും ഒടുവിൽ MP ആയതിനു ശേഷം പിന്നീട് അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു. അത് ആലപ്പുഴയുടെ സംഘടനാ രംഗത്തെ വലിയ തോതിൽ ബാധിച്ചു. ആ ഒരു ഊർജ്ജസ്വലതയെ തളർത്തി എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അദ്ദേഹം മാറി നിന്ന ഘട്ടത്തിലും അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും ആലപ്പുഴയിൽ ആഴ്ചകൾ വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആലപ്പുഴ അല്ലെങ്കിൽ കേരളം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ അടക്കമുള്ള മേഖലകളൊക്കെ വലിയ തോതിൽ UDF അനുകൂലമായിരുന്ന പല മണ്ഡലങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അത്തരമൊരു അനുകൂല തരംഗം അല്ലെങ്കിൽ ആലപ്പുഴക്കാർക്ക് തന്നെ, ആലപ്പുഴയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ വലിയൊരു നേതൃത്വമില്ലാത്തതിന്റെ ഒരു നിരാശ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് മടങ്ങി വരുന്നത് കോൺഗ്രസ് കോളങ്ങളിൽ വലിയ ഊർജ്ജം പകരും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും അതാണ് സാഹചര്യം. ശ്രീ N ശ്രീകുമാർ, ശരണ്യ തുടരുക. ശ്രീ N ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീകുമാർ, KC വേണുഗോപാൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായുള്ള നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിരുന്ന വാർത്തയാണ്. ഇപ്പോൾ കനകലുവിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് KC ആലപ്പുഴയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് എന്ന വാർത്തയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. ഇത് താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? കോൺഗ്രസിന് ആലപ്പുഴ ജില്ലയിലൊട്ടാകെ ഇത് ഗുണം ചെയ്യുമെന്ന് കരുതാമോ? അല്ല, അത് നിങ്ങളുടെ ഒരു വാർത്തയാണത്. ഈ വാർത്ത ശരിയാണോ അതോ അത് സംഭവിക്കാൻ പോകുന്നതാണോ എന്ന് വ്യക്തമാക്കേണ്ടത് AICC KPCC ഒക്കെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ഈ രാഷ്ട്രീയം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ MP-മാരും മത്സരിക്കേണ്ട എന്നൊരു പൊതു തീരുമാനമുണ്ട്. അപ്പൊ ഈ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് KC വേണുഗോപാലിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു ഒരു താല്പര്യം കൂടി ചിലർക്കുണ്ട് എന്ന് നിങ്ങൾ ധ്വനിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ്, അല്ലാണ്ട് KC വേണുഗോപാൽ വെറുതെ മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ, MLA ആയിരിക്കാൻ വേണ്ടി മത്സരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനമാണ് കിട്ടേണ്ടത്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി KC വേണുഗോപാലിനെ മത്സരിപ്പിക്കുന്നു എന്നൊരു ധ്വനിയാണ് നൽകുന്നത്. അതിപ്പോ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവണമെങ്കിൽ മത്സരിക്കണമെന്നില്ല ഇപ്പോൾ. കാരണം മുഖ്യമന്ത്രി ആയിട്ട് പിന്നെ മത്സരിച്ചാലും മതി, അതൊക്കെ വേറെ വിഷയമാണ്. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയില് ഇതുവരെ കിട്ടിയ AICCയുടെ ഒക്കെ അവരുടെ ഒരു പൊതുവേ ഉള്ള ഒരു ധാരണ എങ്ങനെയാന്ന് വെച്ചാൽ കേരളത്തിലെ MP-മാരും മത്സരിക്കേണ്ട എന്നുള്ളതാണ്. പക്ഷെ അതൊരു കടുംപിടുത്തത്തിലുള്ള ഒരു തീരുമാനമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ഘട്ടങ്ങളിൽ, ചില മണ്ഡലങ്ങളിൽ MP-മാർ മത്സരിച്ചാൽ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റും എന്നൊരു തോന്നലുണ്ടായാൽ, അല്ലെങ്കിൽ കടുത്ത മത്സരം നടത്തി ചിലരെ വെള്ളം കുടിപ്പിക്കാൻ പറ്റും എന്നൊരു തോന്നലുണ്ടായാലൊക്കെ അവിടെ MP-മാർ മത്സരിച്ചേക്കും. അതിന്റെ തീരുമാനം എന്തായാലും ആയിട്ടില്ല.